പ്രിയപ്പെട്ടവരെ, കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ സമാപന ദിവസമായ ഇന്ന് ഈ ഒരു സെഷൻ കഥയുടെ 50 വർഷങ്ങൾ എന്ന വിഷയത്തിലാണ് ഈ സെഷനിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് വടകരയുടെ പ്രിയപ്പെട്ട കഥാകാരൻ വി.ആർ. സുധീഷ്. ഈ ചർച്ച നിയന്ത്രിക്കുന്നത് പ്രമുഖ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായിട്ടുള്ള താഹ മാടായിയാണ്. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കാം. കഥയുടെ 50 വർഷങ്ങൾ. ഈ ചർച്ച, ഈ ഒരു സംസാരം നിയന്ത്രിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട താഹ മാടായിയോട് അഭ്യർത്ഥിക്കുന്നു. രണ്ടുപേരും, വി.ആർ. സുധീഷിനെയും അതേപോലെ തന്നെ താഹ മാടായിയെയും ഈ പരിപാടി കേൾക്കാൻ വന്ന മുഴുവൻ പേരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. പ്രിയപ്പെട്ടവരെ, വി.ആർ. സുധീഷിൻ്റെ ഒരു മണ്ണിൽ വെച്ചിട്ടാണ് ഈ ഒരു സംസാരം നടക്കുന്നത്. അദ്ദേഹം നടന്ന വഴികൾ, അദ്ദേഹത്തിലേക്ക് കഥകളിങ്ങനെ കയറിപ്പറ്റിയ ഇടങ്ങൾ, വേറെ ഏതോ തരത്തിൽ ഒരു എഴുത്തുകാരനായി അദ്ദേഹത്തെ മാറ്റിയ ഒരു നാട്ടിലിരുന്നു കൊണ്ട് കഥയുടെ ഒരു 50 വർഷത്തെ ഒരു ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, കഥയെക്കുറിച്ചിട്ട് മാത്രമല്ല, വി.ആർ. സുധീഷ് എന്ന് പറയുന്നത് എന്നെ ഒരു പ്രമേയമാണ്. ആ കഥ മാത്രമല്ല. ഒരു 6-7 മാസം മുമ്പ് മാഹിയിൽ വെച്ചിട്ട് ഇതേ വിഷയത്തിൽ വി.ആർ. സുധീഷുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അന്നത് കേട്ട കുറച്ച് പേരെങ്കിലും ഇവിടെ ഉള്ളതുകൊണ്ട് ആ ഒരു കേൾവി തന്നെ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ എങ്ങനെയാണിത് വേറൊന്നാക്കി തീർക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. തീർച്ചയായും നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഗേറ്റിന് മുന്നിൽ ശ്രീനിവാസൻ്റെ, നമ്മുടെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ്റെ ചിത്രമാണ് നമ്മെ സ്വീകരിക്കുന്നത്. അപ്പോൾ ശ്രീനിവാസൻ നമുക്കറിയുന്നത് പോലെ തന്നെ ഒരു വടക്കിൻ്റെ പാരമ്പര്യം, അതിൻ്റെ ഒരു തുറസായ ആക്ഷേപഹാസ്യം, ആ ഒരു തുറന്ന മനസ്സ്, അതെല്ലാം സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരു വടക്കൻ പ്രകൃതം ആണ് ശ്രീനിവാസൻ്റെ സിനിമകളുടെ ഒരു ഉള്ളടക്കത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ വി.ആർ. സുധീഷിനെ പോലെയുള്ള ഒരു എഴുത്തുകാരൻ ഇവിടെ ഇരിക്കുമ്പം ശ്രീനിവാസൻ്റെ ആ ഒരു ഓർമ്മയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സിനിമയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ള സിനിമയിൽ ഇങ്ങനെ അദ്ദേഹം ഒരു സ്ത്രീയുടെ, കാർത്തികയുടെ ഇങ്ങനെ ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പാട്ടുപാടിയും അതിൻ്റെ പുറകിലേക്ക് നടക്കുന്ന ഒരാളാണ്. ഒരു മരച്ചോട്ടിൽ വെച്ചിട്ട് അദ്ദേഹം പാടുന്ന ഒരു പാട്ടുണ്ട് ആ സിനിമയിൽ. അതെനിക്ക് തോന്നുന്നത് ഇങ്ങനെ പവിഴമല്ലി പൂത്തു നിന്ന ആ ഒരു പാട്ട് മാഷിന് ഓർമ്മയില്ലേ? അങ്ങനെ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ രസകരമായിട്ടുള്ളൊരു ലിറിക്കാണത്. ആ ഒരു പാട്ടിനു ശേഷം വളരെയധികം അപകർഷത പേറുന്ന ഈ ഒരു പോലീസ് ഇൻസ്പെക്ടർ കാർത്തികയോട്, അതിലെ നായികയോട് പറയുന്നുണ്ട്, ഈ കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കവിയുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട് എന്നൊക്കെ. ഒരിഷ്ടം സമ്പാദിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ, ഒരു സ്ത്രീയുടെ ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ നടത്തുന്ന ശ്രമമാണ് ആ രംഗത്ത് വരുന്നത്. അപ്പം ശരിക്കും എനിക്ക് തോന്നുന്നത് വി.ആർ. സുധീഷ് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഉള്ളിൽ ഒരു കാമുകനുണ്ടാകും, ഒരു പാട്ടുകാരനുണ്ട്, ഒരു കഥാകാരനുണ്ട്. ഇതൊക്കെ തുടങ്ങിയത് ഈ സ്ത്രീകളുടെ, ഈ പെൺകുട്ടികളുടെ, യുവതികളുടെ ഇഷ്ടം സമ്പാദിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് തുടക്കത്തിൽ വരുന്നത്. മാഷ ഉറങ്ങിയോ? ഇല്ലേ? ചോദ്യമാണ്. വളരെ പ്രയാസമുള്ളൊരു ചോദ്യമാണ് താഹ ചോദിച്ചത്. ഇത് എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് ലോകത്തിലുള്ള പല എഴുത്തുകാരോടും പലരും ചോദിച്ചിട്ടുണ്ട്, സാഹിത്യം എന്തിനാണ് എന്ന്. അങ്ങനെ നമ്മുടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള വലിയ എഴുത്തുകാരൊക്കെ പറഞ്ഞ ഒരു ഉത്തരം സ്ത്രീയെ വശീകരിക്കാൻ വേണ്ടിയിട്ടാണ് സാഹിത്യം എന്നാണ്. അതേ ചോദ്യമാണ് ഇപ്പോൾ താഹ എന്നോട് ചോദിക്കുന്നത്. പക്ഷേ സാഹിത്യം എഴുതിയിട്ട് ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയെ വശീകരിച്ചിട്ടില്ല.
എൻ്റെ സാഹിത്യം വായിച്ചിട്ട് സ്ത്രീകൾ വശീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് പ്രേമകഥകൾ എഴുതിയ ആളാണ് ഞാൻ. ആ പ്രേമങ്ങളൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലും ഹൃദയങ്ങളിൽ വല്ല തരത്തിലുള്ള ധ്രുവീകരണങ്ങളും ഉണ്ടാക്കിയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇപ്പോഴും പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ചില വീടുകളിലേക്കൊക്കെ ക്ഷണിക്കും, അന്യ സ്ഥലങ്ങളിൽ. താഹയുടെ നാട്ടിൽ തന്നെ ഒരു വീട്ടിൽ അടുത്ത കാലത്ത് പോയപ്പോൾ അവിടെയുള്ള ഗൃഹനായിക പറഞ്ഞു, ഞങ്ങൾ കല്യാണം കഴിച്ചത് പ്രണയിച്ചിട്ടാണ്, അതുമാത്രമല്ല നിങ്ങളുടെ കഥകൾ വായിച്ചിട്ടാണ് ഞങ്ങൾ പ്രണയിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ ചോദിച്ചു, ദാമ്പത്യമൊക്കെ മര്യാദയ്ക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ചിരിക്കുക മാത്രം ചെയ്തു. അങ്ങനെ കഥകൾ വായിച്ചിട്ട് പ്രണയിച്ച് വിവാഹിതരായ എത്രയോ ഏറെ, അതായത് എൻ്റെ കഥകൾ വായിച്ച് പ്രണയിച്ച് വിവാഹിതരായ എത്രയോ പേരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ആ ദാമ്പത്യമൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളതിന് എനിക്ക് ഉത്തരവില്ല. താഹ പറഞ്ഞത് ശരിയായിരിക്കാം. എൻ്റെ വീട്ടിൽ സ്ത്രീകളില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വേറെ എനിക്ക് സ്ത്രീകളായിട്ടൊന്നും യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും എനിക്ക് അത്ഭുതമാണ്. പെൺകുട്ടികൾ ഓർമ്മയുടെ സങ്കല്പങ്ങളാണ് എന്ന പേരിൽ ഞാൻ പണ്ടൊരു ദീർഘലേഖനം എഴുതിയിട്ടുണ്ട്. ഓർമ്മയുടെ സങ്കല്പങ്ങളായിട്ട് മാത്രമേ എനിക്ക് പെൺകുട്ടികളെ കാണാൻ പറ്റുകയുള്ളൂ. എന്തെങ്കിലും ഒരിക്കൽ കല്യാണം കഴിച്ചാൽ ഒരു 5 പെൺകുട്ടികളുടെയെങ്കിലും അച്ഛനാവണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കഷ്ടകാലത്തിലും ദൗർഭാഗ്യത്തിലും എനിക്ക് ഒരു പെൺകുട്ടിയുടെ അച്ഛൻ മാത്രമേ ആകാൻ സാധിച്ചുള്ളൂ. അതിൻ്റെ ദുഃഖം എനിക്കുണ്ട്. ഈ പെൺകുട്ടികളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം പെൺകുട്ടി ഒരു രാഷ്ട്രമാണ് എന്നുള്ള നിലയിലൊക്കെയുള്ള ഒരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള കവിതകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വി.ആർ. സുധീഷ് മാഷ് പറഞ്ഞ ഈ പ്രണയം, ഈ ദാമ്പത്യം, വിജയമാഷിയുടെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു വരിയുണ്ട്. പരാജയപ്പെട്ട പ്രണയങ്ങൾ കവിതയായി മാറുന്നു, വിജയിച്ച പ്രണയങ്ങൾ കുടുംബകലഹമായി മാറുന്നു എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു സംഭവം വരുന്നുണ്ട്. ഈ കുടുംബം എന്ന് പറയുന്ന ഒരു ഉള്ളടക്കത്തിലേക്ക് വ്യക്തി എന്ന നിലയിൽ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ, അതായത് ഒരു വ്യക്തിയായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുക, ഒരുപാട് പേരിൽ ഇങ്ങനെ പാറിപ്പറി നടക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മനുഷ്യ സഹജമായിട്ടുള്ള ചില സംഭവങ്ങൾ സുധീഷ് മാഷുടെ എഴുത്തിലും ജീവിതത്തിലൊക്കെ കടന്ന് അങ്ങനെ നോക്കുമ്പോൾ കാണാറുണ്ട്. ഈ കുടുംബം എന്ന് പറയുന്ന സിസ്റ്റത്തെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യവസ്ഥയെ, അതിൻ്റെ ഒരു ഉള്ളടക്കത്തെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എങ്ങനെയാണ് മാഷ് കാണുന്നത്? കുടുംബം എന്ന വ്യവസ്ഥയോട് എനിക്ക് യോജിച്ചു പോകാൻ പറ്റിയിട്ടില്ല. എനിക്ക് വളരെ അനിഷ്ടകരമായിട്ടാണ് തോന്നിയത് കുടുംബം എന്നുള്ള വ്യവസ്ഥ. പക്ഷേ ഒരച്ഛനാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കുടുംബം എന്നുള്ള വ്യവസ്ഥയില്ലാതെ നമ്മുടെ നാട്ടിൽ അച്ഛനാവാൻ വളരെ പ്രയാസമാണ്. ആവാം, എന്നാലും പ്രയാസമാണ്. ഞാൻ ഒന്നാമത്തേതിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്, ഒരച്ഛനാവുക എന്നുള്ളത്. അല്ലാതെ കുടുംബത്തിന് എനിക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനൊട്ട് കുടുംബത്തെ നിലനിർത്തിയിട്ടുമില്ല. ഞാനായിട്ട് അത് തകർത്തതല്ല. എന്നാലും എനിക്ക് അങ്ങനെ ഒരു വൈവാഹിക കുടുംബം ഇല്ല. അതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. അതിൽ പലർക്കും എന്നോട് അസൂയയുണ്ട് എന്നും എനിക്കറിയാം. അങ്ങനെ ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൽ അസൂയപ്പെടേണ്ട വല്ല കാര്യവും മനുഷ്യർക്കുണ്ടോ എന്നെനിക്കറിയില്ല. കാരണം കുടുംബം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു കുറേ മൂല്യങ്ങൾ കൊണ്ടുവരുന്നൊരു സ്ഥലം കൂടിയാണ്. അച്ഛനാവുന്നതിൽ ആഹ്ലാദിക്കുക. അപ്പം അവിടെ അപ്പുറം നിൽക്കുന്ന ഒരു അമ്മയെക്കുറിച്ച്, ഒരു സ്ത്രീയെക്കുറിച്ച് എന്തുകൊണ്ടാണ് പുരുഷന്മാർ ആലോചിക്കാത്തത്? എപ്പോഴും എന്തുകൊണ്ടാണ് പുരുഷന്മാർ അവരെ കുറിച്ച് ചിന്തിക്കുന്നത്? പുരുഷന്മാർ എന്തുകൊണ്ടാണ് സ്ത്രീകളോട് ആ രീതിയിൽ ഒരു ഉപയോഗിച്ച് വലിച്ചെറിയാവുന്ന ഒരു കളിപ്പാട്ടമാണോ സ്ത്രീകൾ? നിങ്ങൾ പുരുഷന്മാരെന്താണ് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. സ്ത്രീയെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. അമ്മയുടെ സ്ഥാനം ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. അച്ഛനാവാനുള്ളൊരു മോഹം എന്നുള്ളത് വലിയ മോഹമാണ് എന്നാണ് പറഞ്ഞത്.
അവിടെ സ്ത്രീക്ക് അപ്രസക്തമായ ഒന്നുമില്ല. സ്ത്രീയുടെ സാന്നിധ്യം അവിടെയുണ്ട്, സ്ത്രീക്ക് പ്രാധാന്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം പ്രകാശനം ചെയ്തു. ആ പുസ്തകം ഒരു 92 വയസ്സുള്ള ഒരു അമ്മയെക്കുറിച്ചൊരു മകൻ എഴുതിയ പുസ്തകമാണ്. അപ്പോൾ ആ മകൻ ആ പുസ്തകത്തിൽ പറയുന്നത്, ഞാൻ കണ്ട ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് എൻ്റെ അമ്മയാണ് എന്നാണ്. അദ്ദേഹം അതിന് പറയുന്ന ന്യായീകരണം, എൻ്റെ അമ്മ എല്ലാവരെയും സ്നേഹിച്ചു, എൻ്റെ അമ്മ പാവങ്ങളെ സ്നേഹിച്ചു, എൻ്റെ അമ്മ ഉള്ളതൊക്കെ ദാനം ചെയ്തു, ഏത് ദരിദ്രം വീട്ടിൽ വന്നാലും അവർക്ക് ഉള്ളതിൻ്റെ പാതി കൊടുത്തു, ശമ്പളം കിട്ടിയാൽ അത് മുഴുവനും അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു, കുട്ടികളായ ഞങ്ങളെ വലിയ വിദ്യാഭ്യാസത്തിലേക്ക് നയിച്ചു. ഇതൊക്കെ ഫെമിനിസ്റ്റായ ഒരു സ്ത്രീക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ആ അർത്ഥത്തിൽ എൻ്റെ അമ്മയാണ് ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പം ആ പുസ്തകം വായിച്ചാൽ എനിക്കത് വലിയ ആഹ്ലാദവും അഭിമാനവും ആ പുസ്തകം നെഞ്ചോട് ചേർക്കാനും തോന്നി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതാണ്, അമ്മയുടെ സ്ഥാനം വലിയൊരു സ്ഥാനമാണ്. നമുക്കിവിടെ ലോകത്തിലൊരു എഴുത്തുകാരന് എഴുതാൻ ഏറ്റവും വലിയ ഭൂമിക അമ്മ എന്നുള്ളതാണ്. എനിക്കൊന്നും അമ്മയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എഴുതാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ അമ്മ എന്നുള്ള ആ ഒരു മെറ്റീരിയൽ, അമ്മ എന്നുള്ള ആ ഒരു ഉള്ളടക്കം അത് ഉള്ളിലിങ്ങനെ കിടക്കുന്നുണ്ട്, എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്നെങ്കിലും എഴുതുമായിരിക്കും. അമ്മയെക്കുറിച്ചാണ് നമുക്ക് ഏറെ എഴുതാനുള്ളത്. പക്ഷേ അത് നേരത്തെ പറഞ്ഞത് മോഹം പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ പിന്നെ ഈ അടുത്ത് നമ്മൾ കണ്ട ഏറ്റവും രസകരമായിട്ടുള്ളൊരു സിനിമയാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത ആരോ. വി ആർ സുധീഷ് മാഷയുടെ കഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ആ ഒരു സിനിമ. വളരെ പോയറ്റിക് ആയിട്ടുള്ളൊരു സിനിമയാണ്. ആ സിനിമ കണ്ടപ്പോൾ ഉണ്ടല്ലോ, പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ദുരൂഹമായിട്ടുള്ളൊരു സംഭവമുണ്ട്. വളരെ കാവ്യാത്മകമായിട്ടുള്ളൊരു സിനിമയാണ്. ഗംഭീരമായിട്ടുള്ളൊരു ഒരു 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 പരിചരണം ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആ സിനിമയെ 2 തരത്തിലാണ് കാണാൻ ആഗ്രഹിച്ചത്. ഒന്ന്, ഒരു സ്ത്രീ ജീവിതത്തിൽ കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രതീക്ഷ, അല്ലെങ്കിൽ ഇറങ്ങിപ്പോയ ഏറ്റവും ഭയങ്കരമായിട്ട് സ്നേഹം നിറച്ച് അയാൾ ഉന്മാദിയാക്കി ഇറങ്ങിപ്പോയ ഒരു മനുഷ്യൻ പിന്നീട് എത്തപ്പെടുന്ന ഉന്മാദത്തിൻ്റെ ഒരു ലോകം. അദ്ദേഹം ഒന്നെങ്കിൽ സ്നേഹത്തിന് കൊതിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം സ്നേഹത്താൽ തോൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ആരാണ് അതിലെ ആ ഒരു ശ്യാമപ്രസാദ്? ആ സിനിമയുടെ പേര് തന്നെ ആരോ എന്നാണ്. ഇത് നമ്മളൊക്കെ ഒരു ആത്മകഥം പോലെ പറയുന്നൊരു വാക്കാണ് ആരോ. അതാരാണ്? അതാരോ. ആരാ വിളിച്ചത്? ആരോ. ആരാണ് വന്നത്? ആരോ. ഇങ്ങനെ നമ്മൾ എത്രയോ ഏറെ ഇടങ്ങളിൽ ഈ ആരോ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. പാട്ടുകളിൽ തന്നെ ഏറ്റവും അതിഭാവുകത്വമുള്ള ഒരു സാഹിത്യരൂപമാണ് ഈ ഗാനം എന്ന് പറയുന്നത്, പാട്ട് എന്ന് പറയുന്നത്. ഈ പാട്ടിൽ തന്നെ ആരോ വിരൽ മീട്ടി, ഇങ്ങനെ ആരോ എന്നുള്ള വാക്കിൽ തുടങ്ങുന്ന എത്രയോ പാട്ടുണ്ട്. പിന്നെയും പിന്നെയും ആരോ, കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം എന്നൊക്കെ എൻ്റെ സുഹൃത്ത് ഗിരീഷ് പുത്തഞ്ചേരിയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ആരോ എന്നുള്ളത് നമ്മളെ സ്വാധീനിക്കുന്നൊരു വാക്കാണ്. അത് യാഥാർത്ഥ്യമാണോ അത് സങ്കല്പമാണോ എന്ന് ചോദിച്ചാൽ രണ്ടുമാണ്. ആരോ യാഥാർത്ഥ്യമാണ്, ആരോ സങ്കല്പമാണ്. പക്ഷെ ഇത് നമ്മളെ വിടാതെ പിടികൂടുന്നുണ്ട്. ഈ ആരോ നമ്മളെ നിരന്തരമായി പിന്തുടരുന്നുണ്ട്. അങ്ങനെ ആരോ നിരന്തരമായി പിന്തുടരുന്ന ഏകാഗിയായ ഒരു മധ്യവയസ്കൻ്റെ ഒരു ദിവസമാണ് ആ സിനിമയിലെ പ്രമേയം. അയാളെ തേടി ആരോ വരുന്നു. അതാരാണെന്ന് അയാൾക്ക് അറിയില്ല. ആരോ വരുന്നു, വന്നതുപോലെ തന്നെ അയാൾ നിഷ്ക്രമിക്കുന്നു. അയാൾ എങ്ങോട്ടോ പോകുന്നു. വന്ന ആ സ്ത്രീ എങ്ങോട്ടോ പോകുന്നു. വീണ്ടും അയാൾ തനിച്ചാകുന്നു. അത് താഹ പറഞ്ഞതുപോലെ ആയിരിക്കാം. അത് ഇറങ്ങിപ്പോയ ഒരുവളുടെ രണ്ടാമത്തെ തിരിച്ചു വരവായിരിക്കാം, അല്ലെങ്കിൽ അയാൾ പ്രതീക്ഷിക്കുന്ന ഒരാളുടെ വരവായിരിക്കും. അതിപ്പോൾ മാഷ് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു 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 രസമായിട്ട് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു ഓർമ്മയിലേക്ക് പോയി. ഒരുപക്ഷെ നമ്മളെ പ്രണയം അനുഭവപ്പെടുത്തിയ ഒരു വലിയൊരു കാലത്തിൻ്റെ പേര് കൂടിയാണ് ഗിരീഷ് പുത്തഞ്ചേരി. അപ്പോൾ ഈ ഗിരീഷ് പുത്തഞ്ചേരിയെ പോലെയുള്ള ആളുകളെ ഒരുപക്ഷെ ഒരുപാട് ചലച്ചിത്രഗാനങ്ങളെക്കുറിച്ച് എഴുതിയ ആളെന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു തരംഗം മലയാള സാഹിത്യത്തിൽ ഈ പാട്ടെഴുത്ത് എന്ന് പറയുന്നൊരു സംഭവം തുടങ്ങി വെച്ച ഒരാൾ എന്നുള്ള നിലയിൽ ഗിരീഷ് പുത്തഞ്ചേരിയെ പോലെയുള്ള
എഴുത്തുകാരുടെയും അവരുടെ ഒരു വരികളെയും എങ്ങനെയാണ് മാഷിപ്പോൾ ഓർമ്മിക്കുന്നത്? അതെങ്ങനെയാണ് മിസ് ചെയ്യുന്നത്? നമുക്കിന്ന് നല്ല പാട്ടുകൾ കേൾക്കാനില്ല. വല്ലപ്പോഴും എവിടെയെങ്കിലും ഒരു 4-5 വരികൾ കേട്ടാൽ മതി, കേൾക്കാൻ സാധിച്ചു എന്ന് വരും, അത്രയേ ഉള്ളൂ. കാരണം പാട്ടിൻ്റെ പിക്ചറൈസേഷൻ ഇന്നില്ല. സിനിമയിൽ ആരും പാട്ട് ദൃശ്യവൽക്കരിക്കുന്നില്ല. സിനിമയിലൊന്നും പാട്ടിനൊത്ത് ആരും ചുണ്ടാനൊക്കുന്നില്ല. പാട്ട് ഒരു BGM പോലെ പിന്നണിയിൽ വരുന്നു, അത്രയേ പാട്ടിന് സ്ഥാനമുള്ളൂ. ഒരു ഫ്രെയിമിനോ അല്ലെങ്കിൽ ഒരു സീനിനോ ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് സംവിധായകർ പാട്ടിനെ ആശ്രയിക്കുന്നത്. അല്ലാതെ ഈ പാട്ടെഴുത്തുകാരനോ സംഗീത സംവിധായകനോ പാടുന്ന ആൾക്കോ അതിനകത്ത് യാതൊരുവിധ റോളും ഇല്ല. അവരുടെയൊന്നും പേര് പോലും നമ്മൾ എവിടെയും കാണില്ല, പോസ്റ്ററിൽ പോലും നമ്മൾ കാണില്ല. ഇപ്പം ചില വരികൾ നമ്മളെ നിരന്തരമായിട്ട് ജീവിതകാലം മുഴുവനും പിന്തുടരും. അത് എന്തുകൊണ്ടാണ്? ചില പാട്ടുകൾ നമ്മുടെ ആത്മകഥയാണ്, ചില പാട്ടുകൾ നമ്മുടെ ജീവചരിത്രത്തിൻ്റെ അധ്യായമാണ്. അത് പാട്ട് തന്നെ ആവണമെന്നില്ല, പാട്ടിൻ്റെ 4 വരികളാകാം. ഇപ്പം അങ്ങനെ പാട്ടിൻ്റെ 4 വരികൾ കൊണ്ട് നമുക്ക് നമ്മളിൽ പലർക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ചരിത്രം തന്ന ആളാണ് ഗിരീഷ്. അതൊക്കെയാണ് വയലാറിൻ്റെയും ONV-യുടെയും അതുപോലെ ഭാസ്കരൻ മാഷിൻ്റെയൊക്കെ സവിശേഷത. ഇപ്പം ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നൊരു പ്രണയപ്രവാഹമായി വന്നു, അതിഗൂഢ സുസ്മിതമുള്ളിൽ ഒതുക്കി നീ പ്രഥമോദ ബിന്ദുവായി തീർന്നു എന്ന് എഴുതണമെങ്കിൽ അയാൾ കവി തന്നെ ആയിരിക്കണം. അത് അങ്ങനെ എഴുതാൻ എളുപ്പമൊന്നുമല്ല. അത് വെറുതെ ഒരു പേന എടുത്തിട്ട് ഒരു കടലാസിൽ എഴുതുന്ന ഒരു സംഗതിയല്ല. അങ്ങനെ എഴുതുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് കാളിദാസൻ ഒളിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നാമ്പുറത്ത് കാളിദാസൻ്റെ കുമാരസംഭവം ഒളിച്ചിരിപ്പുണ്ട്. പാർവതിയുടെ തപസ്സുണ്ട്. തപസ് ചെയ്യുന്ന പാർവതിയുടെ ഈ നെറുകയിൽ ഈ ഗംഗാജലം ഇറ്റു വീഴുന്നുണ്ട്. ആ ഗംഗാജലം പതുക്കെ ഊർന്നിറങ്ങിയിട്ട് പാർവതിയുടെ നെഞ്ചിലൂടെ നാഭിച്ചുഴിയിലൂടെ താഴേക്ക് പോയി ലയിച്ചു പോകുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് കാളിദാസൻ കുമാരസംഭവത്തിൽ പറയുന്നുണ്ട്. ആ സന്ദർഭം എടുത്തിട്ടാണ് MD രാജേന്ദ്രൻ എന്നുള്ള പാട്ടെഴുത്തുകാരൻ ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നൊരു പ്രണയപ്രവാഹമാക്കി അതിനെ മാറ്റിയത്. അതിഗൂഢ സുസ്മിതം ഉള്ളിൽ ഒതുക്കി പ്രഥമോദ ബിന്ദു എന്നൊക്കെ പറഞ്ഞാൽ ഈ പാട്ട് കേൾക്കുന്ന കാലത്ത് നമ്മൾക്കൊന്നും ഇത് എന്താണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആദ്യത്തെ മോദ സന്തോഷം, ആദ്യത്തെ ഹർഷാശ്രു, ആദ്യത്തെ ആഹ്ലാദത്തിൻ്റെ ബിന്ദു ആയി തീർന്നു ഞാൻ എന്നാണ് പറയുന്നത്. ആ പ്രാർത്ഥനയോട് ഫലിച്ചു, ആ വരം ഫലിച്ചു എന്നാണ് പറയുന്നത്. അതിനെ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു സിറ്റുവേഷനിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇതൊക്കെ അത്ഭുത സിദ്ധിയുള്ള മേജിക്ക് കയ്യിലുള്ള പാട്ടെഴുത്തുകാർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ്. അങ്ങനെ വരുമ്പോഴേ ഇപ്പോൾ നമ്മുടെ ഈ പാട്ടെഴുത്തുകാർ, നമുക്ക് അവരെ കവികൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അവരിലെല്ലാം തന്നെ ഈ കവികളാണ് വരുന്നത്. ഇപ്പം യൂസഫ് അലി കേച്ചേരി ആയാലും ഗിരീഷ് പുത്തഞ്ചേരി ആയാലും വയലാറായാലും തൊട്ട് ഇപ്പം റഫീഖ് അഹമ്മദ് ആയാലും എല്ലാവരും കവി എന്നുള്ള നിലയിൽ അറിയപ്പെടുന്നവരാണ്. എന്തുകൊണ്ടാണ് ഈ കഥാകാരന്മാർ ഒരു മനോഹരമായ പാട്ട് എഴുതാത്തത്? അതായത് ഈ കഥാകാരന്മാരുടെ കയ്യിൽ ഒരു ഭാഷയുടെ അനുഗ്രഹം കിട്ടാത്തവരാണോ കഥാകാരന്മാർ? എന്താണ് അതിൽ അങ്ങനെ ഒരു സംഭവം? ഒരു നല്ലൊരു കവിത അല്ലെങ്കിൽ ഒരു സിനിമാ പാട്ട് എഴുതാൻ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ തിക്കോടിനൊക്കെ എഴുതിയിട്ടുണ്ട് സിനിമാ പാട്ടുകൾ. MT തന്നെ 1-2 സിനിമാ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഏറ്റവും മനോഹരമായിട്ടുള്ള, നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ മുഴുവൻ എഴുതിയിട്ടുള്ളത് കവികളാണ്. അതിൽ കഥാകാരന്മാരുടെ ഒരു നിരയില്ല. VR സുധീഷ് പോലും ഒരു പാട്ട് എഴുതിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് നമ്മൾ ശീലിക്കാത്തത് കൊണ്ടാണ്. ശീലിച്ചാൽ അതുപോലുള്ള പാട്ടുകൾ ചിലപ്പോൾ ഞാനും എഴുതിയേക്കും. പക്ഷെ നമുക്കത് ഒരു ഹാബിറ്റല്ല. നമ്മുടെ ഹാബിറ്റ് എന്ന് പറയുന്നത് കഥ എഴുതുക എന്നുള്ളതാണ്. അതിൻ്റെ ഘടന വേറെയാണ്. ഓരോ സാഹിത്യരൂപത്തിനും ഓരോ ഘടനയാണുള്ളത്. കവിതയോടടുത്ത് നിൽക്കുന്ന ഘടനയാണ് പാട്ടിൻ്റേത്. അതുകൊണ്ട് പാട്ടെഴുതുക കവികൾക്കാണ് ഏറ്റവും എളുപ്പം. അത് ഏറ്റവും അധികം കവിതയോടടുത്ത് നിൽക്കുന്നു. കവിത പാട്ടിനോടും പാട്ട് കവിതയോടും അടുത്ത് നിൽക്കുന്നു.
എന്തുകൊണ്ടാണ് എം ടി വാസുദേവൻ പാട്ട് എഴുതിയ എം ടി വാസുദേവൻ അങ്ങനെ പാട്ട് എഴുതിയ ആളല്ല, കവിത എഴുതിയ ആളല്ല. പക്ഷെ എന്താണ്, ഘടനയെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് ശുഭരാത്രി ശുഭരാത്രി നിങ്ങൾക്കു നേരുന്നു ശുഭരാത്രി. ഒരു തെണ്ടുമോരേ കാന്തപഥികന് കാവൽ നിൽക്കും പ്രാണസഖികളെ നിങ്ങൾക്കു നേരുന്നു ശുഭരാത്രി. ഗുഡ് നൈറ്റ് പറയാണ്. മാഷിങ്ങനെ പാടുമ്പോഴുണ്ടല്ലോ ഭയങ്കര രസമായിട്ട് ഈ പാട്ട് എന്ന് പറയുമ്പോൾ പാടാനുള്ളൊരു കഴിവിനെ മാഷ് പിന്നെ എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാതിരുന്നത്? അതെനിക്ക് തോന്നുന്നത് പിന്നെ ഒരു കാലത്ത് ഈ മാഷ് ഇപ്പം വളരെ ഭയങ്കര സാത്വികനായിട്ടാണ് സംസാരിക്കുന്നത്. അത്രയൊന്നും തമാശ പറയുന്നില്ല. ഭയങ്കര സ്വന്തം നാട്ടിലാണോന്ന് ആയതുകൊണ്ടാണോന്നറിയില്ല, വല്ലാത്തൊരു അച്ചടക്കത്തോടെ ഇരിക്കുന്നു. അങ്ങനെയല്ലല്ലോ മാഷ്. ഭയങ്കരമായിട്ട് ചിരിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്ന ഒരാളല്ലേ. ആ ഒരു ലോകത്തു നിന്ന് പിൻവാങ്ങിയോ? ഈ പാട്ടിൻ്റെ ലോകത്തു നിന്നൊക്കെ ഏതാണ്ട് പിൻവാങ്ങിയോ? ഇല്ല, എൻ്റെ അച്ചടക്കം തകർക്കാൻ വന്നതല്ലേ. അച്ചടക്കത്തോടു കൂടി ജീവിക്കാൻ നമ്മുടെ ആളുകൾ സമ്മതിക്കില്ല. അങ്ങനെയില്ല. ഇപ്പം ഓരോ കാലത്തിലും ഓരോ പാട്ട് കേൾക്കുമ്പോൾ ഓരോ അനുഭവമാണ്. പണ്ട് കേട്ടതുപോലെയല്ല നമ്മൾ ഇന്നൊരു പാട്ട് കേൾക്കുന്നത്. അത് അനുഭവങ്ങൾ നമ്മളെ മാറ്റി തീർക്കുകയാണ്. മാധവിക്കുട്ടി ഇടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, വളരെ പേഴ്സണലായിട്ട് പറയുന്നൊരു കാര്യമാണ്. മാധവിക്കുട്ടി പറയും, ഒരു 40-50 വയസ്സൊക്കെ കഴിയണം ദാമ്പത്യത്തിൻ്റെ സുഖം അറിയണമെങ്കിൽ എന്നാണ് പറയുന്നത്. 40-50 വയസ്സൊക്കെ കഴിഞ്ഞാൽ ആ ദാമ്പത്യം ഏറ്റവും കൂടുതൽ മധുരിക്കുന്നു. അത് വീട്ടിൽ വെള്ളിക്കൊക്കെ അറിയാമല്ലേ. അപ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ മാധുര്യം വരുന്നതെന്നാണ് മാധവിക്കുട്ടി പറയുന്നത്. നമുക്കറിഞ്ഞുകൂടാ. 40 അന്നേ ചെറിയ കുട്ടിയായി എന്നോടാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ഓരോ കാലത്തിനും ഓരോ അനുഭവമുണ്ട്. ആ കാലത്തിൽ ഓരോ പാട്ട് കേൾക്കുമ്പോഴും അത് നമ്മൾക്ക് പുതിയൊരു ഉണർവാണ്, പുതിയൊരു അനുഭവമാണ്, പുതിയൊരു രീതിയാണ്. മാനസ സരസിന് അക്കരയുണ്ടൊരു മായാദീവിൻ എന്നൊക്കെ പറയുമ്പോൾ ഈ മാനസ സരസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ സരസായിട്ടാണ് കാണുന്നത്. മാനസ സരസ് എന്നുള്ളത് കാളിദാസൻ സൃഷ്ടിച്ചൊരു ലോകമാണ്. പക്ഷെ അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു സരസായിട്ട് നമ്മൾ പിന്നീട് മാറ്റുന്നു. അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു? ഇതൊക്കെ വയലാറ് കാണിക്കുന്ന ഇന്ദ്രജാലമാണ്. അങ്ങനെ ഒരുപാട് ഇന്ദ്രജാലങ്ങൾ പാട്ടിലുണ്ട്. അത് നമ്മൾ ഓരോ കാലത്ത് തേടിപ്പിടിക്കില്ല, നമ്മളെ തേടി വരുന്നു എന്നുള്ളതാണ്. ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് സംഘാടകർ എനിക്കൊരു സ്ലിപ്പ് തന്നിട്ടാണ് പോയത്. ടൈം 3:30 എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് സെഷൻ ഒരുപാട് നടക്കാനുണ്ടാകും. വി ആർ സുധീഷിനെ പോലെയുള്ള ഉജ്ജ്വലനായ ഒരാളോട് നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് സംസാരം തുടങ്ങാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് എൻ്റെ ചോദ്യങ്ങൾ ഇവിടെ നിൽക്കുകയും ഒരു പക്ഷേ നിങ്ങളിലേക്ക് ചോദ്യങ്ങൾ കൈമാറാനുള്ളൊരു അവസരം തരികയും ഞാൻ അങ്ങനെയാണ് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. കാരണം സംഘാടകരുടെ ഭാഗത്തുനിന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ തുടങ്ങേണ്ടതായിരുന്നു. ഇത് പരിപാടികൾ ഓരോന്നോരോന്നായി മാറുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. കഥയെഴുത്തിൻ്റെ 50 വർഷമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാടാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ് സുധീഷ് മാഷ്. പാട്ടിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഞാൻ എഴുത്തുകാരനായതെന്ന് പലപ്പോഴും എഴുതിയിട്ടുണ്ട്. ഈ 50 വർഷം കഥയെഴുത്തിൽ വിജയിച്ചിരിക്കുകയാണ്. അങ്ങ് പാടുന്നതൊക്കെ ഞങ്ങൾക്കിഷ്ടമാണ്. ഈ സ്വന്തം മണ്ണിൽ, ഈ വടകരയുടെ മണ്ണിൽ ഈ 50 വർഷത്തെ കഥയെഴുത്തിൻ്റെ വിജയ ശ്രീലാളിതനായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കേൾക്കാൻ, അങ്ങേക്ക് പാടാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, എത്ര വൈകിയാലും. പഴയ വടകരയൊക്കെ മാറിപ്പോയി. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് നേരത്തെയും ഇങ്ങനെ പഴയ വടകര ഇങ്ങനെ ഓർത്ത് നോക്കുക. പണ്ടത്തെ വടകര എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇടവഴികൾ, ഒരുപാട് സാധാരണ വീതി കുറഞ്ഞ നിരത്തുകൾ, ആ നിരത്തുകൾക്ക് ഒന്തം എന്നൊരു വാക്കന്നുണ്ടായിരുന്നു. ഇന്നാരും ഒന്തെന്നുള്ള വാക്ക് പ്രയോഗിക്കില്ല.
മാച്ചിനാരി ഒന്തം, കുറുപ്പാള ഒന്തം എന്നൊക്കെയാണ് മടപ്പള്ളി കോളേജിലേക്ക് പോകുന്ന വഴിക്ക് ബസ്സിലെ ജീവനക്കാരൻ വിളിച്ചു പറയുക. അപ്പോൾ ഒന്തെന്ന് പറഞ്ഞാൽ ഏകരം, ഉയരം എന്നുള്ളതാണ്. ആ ഒന്തത്തിൻ്റെ മുകളിൽ ബസ് നിർത്തും, എന്നിട്ട് ബസ് അങ്ങ് താഴേക്ക് പോകും. ഈ ഒന്തെന്നുള്ള വാക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ നാട്ടിൽ മാത്രമേ ഒന്തെന്നുള്ള വാക്കുള്ളൂ. തെക്കൊന്നും ഈ ഒന്തെന്നുള്ള വാക്കില്ല. അങ്ങനെ ഒന്തങ്ങളുള്ള, ഇടവഴികളുള്ള, കളരികളുള്ള, വോളിബോളുകളുള്ള, ഗോട്ടികളിയുള്ള, എവിടെയും ഈ ഒരു പണ്ടത്തെ നാട്ടിൻപുറത്തിൻ്റെ ആ ഒരു സമൃദ്ധി മുഴുവൻ അനുഭവിച്ച ഒരു സ്ഥലമാണ് ഈ വടകര എന്ന് പറയുന്നത്. അതാണ് പെട്ടെന്ന് മാറിപ്പോയത്. ഇതൊക്കെ ഇല്ലാതെയായി. പണ്ട് ഏത് ഉണങ്ങിയ വയലേലകളിലും വോളിബോൾ ഉണ്ടാവും. പണ്ട് ഏത് ഉണങ്ങിയ മുറ്റത്തും കുട്ടികളുടെ ഗോലികളി ഉണ്ടാവും. പക്ഷെ ഇപ്പോഴതൊന്നുമില്ല, എല്ലാം മാറിപ്പോയി. അതൊക്കെ പഴയ ഒരു ആർക്കൈവ്സിലേക്ക് പോയി. അപ്പം അന്നത്തെ ഒരു കാലത്തെയും ഇന്നത്തെ ഒരു കാലത്തെയും ആലോചിക്കുമ്പോൾ ഇന്ന് വടകര നഗരമായിട്ടില്ല. വടകര ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നഗരം മാത്രമാണ്, വലിയ നഗരമൊന്നും ആയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഗ്രാമത്തെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിട്ട് ഒരു ചെറിയ നഗരത്തിലേക്ക് എത്തിച്ചേർന്ന് വീണ്ടും തിരിഞ്ഞു നോക്കി ആ ചെറു ഗ്രാമത്തെയും നഗരത്തെയും ഒക്കെ നോക്കി എഴുതുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത് ഈ ലോകനാർക്കാവിലെ ചിറയും, അതുപോലെ ആ ചിറക്ക് ഇപ്പുറത്ത് കിഴക്ക് ഭാഗത്ത് 2 കുളിപ്പുരകളുണ്ടായിരുന്നു. 2 വലിയ കുളിപ്പുരകൾ. അതൊക്കെ കുറേ കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പൊളിച്ചു മാറ്റപ്പെട്ടു. ഈ കുളിപ്പുരകളിൽ വെച്ചാണ് അന്നത്തെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ജാനകി അമ്മ പാടിയ, ബാബുക്ക ഈണം നൽകിയ ഭാസ്കരൻ മാഷിൻ്റെ പാട്ട് അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു എന്നുള്ള പാട്ട് അവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ സിനിമയിൽ ഇതിങ്ങനെ കാണുമ്പോൾ പലപ്പോഴും ഞാനിത് നേരിട്ട് പോയിട്ട് അവിടെ കാണാറുണ്ട്. അന്ന് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്. അപ്പോൾ ആ പാട്ടാണ് എപ്പോഴും ഇങ്ങനെ ഒരു വലിയ ആതുരതയായിട്ട് ഇങ്ങനെ നമ്മളെ തേടി വരിക. ഇന്ന് ആ കുളപ്പുരയൊന്നുമില്ല. ആ കുളപ്പുരയ്ക്ക് ചുറ്റും ഇങ്ങനെ നൃത്തമാടിക്കൊണ്ട് അതിലെ നായികയും സംഘവും ചേർന്ന് പാടിയ പാട്ട്, ആ പാട്ടാണ് ഈ നാടിൻ്റെ പാട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സാറേ, ഇത് വി ആർ സുധീഷ് സാറിൻ്റെ കഥയെഴുത്തിൻ്റെ 50ാമത്തെ വർഷമാണെന്ന് തോന്നുന്നു. ശരിക്കും വടകര നൽകുന്ന ഒരു സ്നേഹാദരം കൂടിയാണ്. അപ്പോൾ കഥയെഴുത്തിൻ്റെ 50 വർഷങ്ങളെക്കുറിച്ചുള്ളൊരു ചർച്ചയിലേക്ക് ഇത് പോയിട്ടില്ല എന്നുള്ളൊരു ഒരു പിന്നെ എതിർവാക്ക് കൂടി പറയുകയാണ്. കാരണം കൂടുതലായിട്ട് പാട്ടിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോയി. കാരണം പ്രണയത്തിൽ തുടങ്ങി വിരേഖത്തിലേക്കും പിന്നെ അവസാനം അത് പ്രണയത്തിൻ്റെ ഏറ്റവും അവസാനമായ ഗന്ധർവനേക്കിൽ പോലും പ്രണയം എത്തിച്ച ഒരു കഥാകാരനാണ് സുധീഷ്. അപ്പോൾ അത്തരം ചർച്ചകളിലേക്ക് ഇത് പോകേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഈ 50 വർഷത്തിലെ കുറിച്ച് കഥയുടെ മാറ്റങ്ങളിൽ പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ എന്താണ് അതൊക്കെ പറയാനുള്ളതെന്ന് കൂടി പറഞ്ഞാൽ നല്ലതായിരുന്നു. സമയത്തിൻ്റെ ഒരു പരിമിതി നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ടായിരിക്കാം അതങ്ങനെ പരിമിതപ്പെട്ടു പോയത്. ഈ 50 വർഷത്തിനിടയിൽ ഞാൻ 400ഓളം കഥകൾ എഴുതി. അത് പലരും അത് വിശ്വസിക്കില്ല. കാരണം ഞാൻ വളരെ ചെറുപ്പത്തിൽ എഴുതിയത് കൊണ്ടാണ് എനിക്ക് 400 കഥകളൊക്കെ എഴുതാൻ പറ്റിയത്. ഞാൻ എണ്ണി നോക്കി, 400-ലേറെ കഥകളുണ്ട്. മോശം കഥകളൊക്കെ കൂട്ടുകയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയാലും 400 കഥകളുണ്ട്. അപ്പോൾ അത്ര ചെറുപ്പത്തിൽ എഴുതിയതുകൊണ്ട് അത്രയേറെ കഥകൾ എഴുതി. കഥാകൃത്ത് എന്നുള്ള നിലയിൽ എനിക്ക് ഒറ്റ അഭിപ്രായമേ എൻ്റെ കഥകളെക്കുറിച്ച് പറയാനുള്ളൂ. ഞാനങ്ങനെ എന്നെ അനുകരിച്ചിട്ടില്ല, എന്നെ ആവർത്തിച്ചിട്ടില്ല. കഴിയുന്നതും വൈചിത്ര്യം, വ്യത്യാസമൊക്കെ വരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നല്ല കഥയോ ചീത്ത കഥയോ എന്നുള്ളത് അത് വായനക്കാർ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, എൻ്റെ ഒരു നിരൂപണ കാഴ്ചപ്പാടിൽ നല്ല വൈചിത്ര്യം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു കഥ പോലെ വേറൊരു കഥ എഴുതാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അതുപോലെ കാലം ഇങ്ങനെ മാറി മാറി വരികയാണ്. ഞാൻ എഴുതുന്ന കാലത്ത് തകഴി ശിവശങ്കരപ്പിള്ളയും ബഷീറും എഴുതുകയാണ്. ഞാൻ മുതിരുന്ന കാലത്ത് MT വാസുദേവനും മാധവിക്കുട്ടിയൊക്കെ എഴുതുകയാണ്. പിന്നീട് വിജയനും മുകുന്ദനും ഒക്കെ എഴുതുകയാണ്. പിന്നീട് അതിനുശേഷം എൻ്റെ തലമുറ വരികയാണ്. അതിനുശേഷം വേറെ തലമുറ വരികയാണ്. അതിനുശേഷം ഏറ്റവും പുതിയ തലമുറ വരികയാണ്. അതിനുശേഷം ഏറ്റവും പുതിയ സിനിമാറ്റിക് നോവലൊക്കെ എഴുതുന്ന തലമുറ വരികയാണ്. ഇവരോടൊക്കെ പിടിച്ചു നിൽക്കാൻ വലിയ പാടാണ്. എന്നിട്ടും ഇങ്ങനെ എഴുതിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതമൊക്കെ തോന്നുന്നുണ്ട്. എങ്ങനെയൊക്കെയോ അതെ 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 അത് പ്രേമകഥ എഴുതാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. പ്രേമിക്കാനൊക്കെ എളുപ്പമായിരിക്കും, പക്ഷേ പ്രേമകഥ എഴുതുക വളരെ പ്രയാസമാണ്.
പണ്ടൊക്കെ സ്കൂളിലും കോളേജുകളിലൊക്കെ ആൾക്കാർ മറ്റുള്ളവരെ കൊണ്ടാണ് പ്രേമലേഖനം എഴുതിക്കാറ്. കാരണം ഇത് ഒരുപാട് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. കാരണം പ്രേമലേഖനം എഴുതുമ്പോൾ അക്ഷരത്തെറ്റുണ്ടാവും, വ്യാകരണത്തെറ്റുണ്ടാവും. അപ്പോൾ ഈ അക്ഷരത്തെറ്റും വ്യാകരണത്തെറ്റും കണ്ടാൽ ഇവൾ എന്നെക്കുറിച്ച് എന്ത് ധരിക്കും എന്ന് കരുതിയിട്ടാണ് വേറെ ആളെ കൊണ്ട് എഴുതിക്കുന്നത്. ആ വേറൊരാളാണ് എന്നോട് പറഞ്ഞത്, എനിക്കാണെങ്കിൽ ഈ അക്ഷരം അറിഞ്ഞുകൂടെ, വ്യാകരണം അറിഞ്ഞുകൂടെ, ഇവരും അറിഞ്ഞുകൂടെ, പിന്നെ ആർക്കത് അറിയുന്നത്. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയൊരു കാലത്ത് വ്യത്യസ്തമായ ഒരു പ്രേമകഥ പറയാൻ വേണ്ടി ഞാൻ ഈ ഗന്ധർവൻ എന്നുള്ള കഥ എഴുതി. അത് വ്യത്യസ്തമായ പ്രേമകഥ എഴുതാൻ വേണ്ടി എഴുതിയതല്ല, അത് കോവിഡ് കാലത്ത് എന്നിലേക്ക് ആവാഹിച്ചൊരു കഥയാണ്. അതായത് ഒരു പെൺകുട്ടി ഗന്ധർവനെ സ്വപ്നം കാണുന്നു. പണ്ടത്തെ ഏത് പെൺകുട്ടിയെയും പോലെ ഗന്ധർവനെ സ്വപ്നം കാണുന്നു. ഈ ഗന്ധർവനെ സ്വപ്നം കാണുന്ന പെൺകുട്ടി നമ്മുടെ പത്മരാജൻ്റെ ഞാൻ ഗന്ധർവൻ എന്നുള്ള സിനിമയിലെ ഗന്ധർവൻ്റെ ആരാധികയാണ്. അവൾ ഒരു 54 തവണ ഈ സിനിമ കണ്ടിട്ടുണ്ട്, ഗന്ധർവൻ എന്നുള്ള സിനിമ. അപ്പോൾ കോവിഡ് വന്ന വീട് അടച്ചുപൂട്ടപ്പെട്ട വീട്ടിൽ ഇവൾ ടി വിയിൽ 56ാമത്തെ തവണ ഈ ഗന്ധർവൻ എന്നുള്ള സിനിമ കാണുമ്പോഴാണ് പിന്നിൽ നിന്ന് പതുക്കെ ഈ ഗന്ധർവൻ ഇവളെ തേടി വരുന്നത്. അതാണ് കഥ. പിന്നെ ഈ ഗന്ധർവനും ഇവളും തമ്മിലുള്ള ബന്ധമാണ്. അത് ഒരർത്ഥത്തിൽ പത്മരാജൻ എന്നുള്ള എഴുത്തുകാരന് ഞാൻ നൽകിയൊരു ട്രിബ്യൂട്ട് കൂടിയാണ്. അതേസമയം തന്നെ അതിലൊരു വിചിത്രമായിട്ടുള്ളൊരു പ്രണയമുണ്ട്, അതിൽ തന്നെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു അനുഭവമുണ്ട്. ഈ ഗന്ധർവൻ കോവിഡ് കാലത്താണ് വരുന്നത്. ആ ഗന്ധർവൻ കോവിഡ് ബാധിച്ച് മരിച്ചും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പെൺകുട്ടി അയാളെ സ്നേഹിച്ചു, അയാൾ മരിച്ചു. അങ്ങനെ ആ മരണത്തിലൂടെ അവൾക്ക് മറ്റൊരു നല്ലൊരു ദാമ്പത്യ ജീവിതം അയാൾ നൽകുകയായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അങ്ങനെ ഒരു കഥയായിരുന്നു അത്. കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കലാപ്രകൃതി ജനാധിപത്യം 3-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഇന്ന് വേദിയെ സമ്പന്നമാക്കിയത് കഥയുടെ 50 വർഷങ്ങൾ എന്ന വലിയ ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി ഈ ഒരു സെഷൻ വളരെ ഭംഗിയായി മധുരമൂറുന്ന തരത്തിൽ കാണികൾക്ക് സമ്മാനിച്ച പ്രശസ്ത എഴുത്തുകാരൻ, കേരളത്തിൻ്റെ അഭിമാനമായ VR സുധീഷ് സാറിനും താഹ മാടായി അവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിന് നന്ദി അർപ്പിക്കാൻ വേണ്ടി ദാമോദരൻ മാസ്റ്ററെ ക്ഷണിച്ചുകൊള്ളുന്നു. കടത്തനാട്ട് ഫെസ്റ്റിവലിൻ്റെ 3-ാം ദിവസമായ ഈ സെഷനിൽ കഥയുടെ 50 വർഷങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് വളരെ മനോഹരമായ ഭാഷയിൽ സംഗീതവും കഥയും കൂടി കൂട്ടിച്ചേർത്ത് നമ്മോട് സംബന്ധിച്ച എൻ്റെ സുഹൃത്തു കൂടിയായ സുധീഷിനും അതുപോലെ തന്നെ അത് മോഡറേറ്റ് ചെയ്ത താഹ മാടായിക്കും എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഈ സെഷൻ പങ്കെടുത്ത മുഴുവൻ സഭാവാസികൾക്കും ഈ ഫെസ്റ്റിവലിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.